ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ഫിസിക്സിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. 1 മാർക്കിന്റെ ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും നമ്മുടെ ക്വസ്റ്റ്യൻസുകൾ ആൻസർ ചെയ്ത് അതിന്റെ എക്സ്പ്ലനേഷൻ ഉള്ള ക്ലാസ് നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു. അത് കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുക്കാം. അതൊന്ന് കണ്ടിട്ട് ഈ ക്ലാസ് കാണാം. നേരെ ചോദ്യത്തിലേക്ക് പോവാം. കാൽക്കുലേറ്റ് ദ പവർ ഓഫ് ഹീറ്റിംഗ് അപ്ലയൻസ് ഹാവിംഗ് 230 ohm റെസിസ്റ്റൻസ് വെൻ 2 ആംപിയർ കറന്റ് ഫ്ലോ ത്രൂ ഇറ്റ്. അല്ലേ, നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താ? പവർ ആണ് കാണാൻ പറഞ്ഞത്. ഏതൊരു ചോദ്യം തന്നാലും നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താണോ കണ്ടുപിടിക്കേണ്ടത്, പവർ. യെസ്, പവർ നമുക്ക് തന്നിട്ടില്ല. ഓക്കെ, അതാ എഴുതി വെച്ചു. പിന്നെ അതെന്താ 230 ohm. ഈ ഒരു ചിഹ്നം കണ്ടാൽ നമുക്കറിയണം എന്താണ് റെസിസ്റ്റൻസ് ആണെന്ന് അറിയണം. അല്ലേ, അപ്പോൾ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 230. 2A എന്ന് പറഞ്ഞാൽ എന്താ? അത് കറണ്ടിന്റെ യൂണിറ്റ് ആണ്, ആംപിയർ. അല്ലേ, അപ്പൊ കറണ്ടും തന്നിട്ടുണ്ട്. കറണ്ടിന്റെ യൂണിറ്റിലാണ് തന്നിരിക്കുന്നത്. 2 ആംപിയർ എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ 6 തന്നിട്ടുണ്ട്, I തന്നിട്ടുണ്ട്. എങ്കിൽ പവർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. പവർ കാണാൻ നമ്മൾക്ക് 3 ഇക്വേഷൻസ് ആണ്. ഈ 3 ഇക്വേഷൻസ് നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കുക. പവർ കാണാൻ I²R ഉണ്ട്, V × I ഉണ്ട്, V²/R ഉണ്ട്. ക്ലിയർ ആണോ? I എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ട്. R എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ്. V എന്ന് പറഞ്ഞാൽ എന്താ? വോൾട്ടേജ്. I എന്ന് പറഞ്ഞാൽ കറണ്ട്. V എന്ന് പറഞ്ഞാൽ വോൾട്ടേജ്, R എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ്. അല്ലേ, നമുക്ക് ഇവിടെ ഏതാണോ തന്നിരിക്കുന്നത്, ചോദ്യത്തിൽ ഏതാണോ തന്നിരിക്കുന്നത് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇക്വേഷൻ ആണ് നമ്മൾ എടുക്കേണ്ടത്. ഐയും ആറും വരുന്നത് ഇതിനകത്ത് ഏതാ? ഇതല്ലേ, ഇക്വേഷൻ 1 ആണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. അപ്പം ഞാൻ ഇതിനകത്ത് ചൂസ് ചെയ്തു P = I²R. ഐയുടെ വാല്യൂ ഇവിടെ കൊടുത്ത് 2² എന്നും ആറിൻ്റെ വാല്യൂ 230 എന്നും കൊടുത്തു. 2 സ്ക്വയർ 4 × 230. എത്ര കിട്ടി? 920 എന്ന് കിട്ടി. പവറിന്റെ യൂണിറ്റ് ആണ് വാട്ട്, അതുകൊണ്ടാണ് അത് W എന്ന് യൂണിറ്റ് കൊടുത്തത്. ഓക്കെ, ക്ലിയർ ആണോ? 2 മാർക്ക് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾക്ക് ഇവിടെ ലൗഡ് സ്പീക്കറിന്റെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ലൗഡ് സ്പീക്കറിന്റെ ഒരു ഫിഗർ ആണ് തന്നിരിക്കുന്നത്. ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് പാർട്ട് ഓഫ് ദിസ് ഡിവൈസ് കൺവേർട്ട് ഇലക്ട്രിക് എനർജി ഇൻ ടു സൗണ്ട് എനർജി? ഇതിവിടെ ഏത് ഡിവൈസ് ആണ് ഇലക്ട്രിക് എനർജീനെ സൗണ്ട് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് ചോദ്യം. ആൻസർ ആരാ വരുന്നത്? ഇതിൻ്റെ ഉള്ളിൽ ഒരു വോയിസ് കോയിൽ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെ വൈബ്രേറ്റ് ചെയ്യുന്ന ഒരാളാണ് ആര്? വോയിസ് കോയിൽ. വോയിസ് കോയിലിൻ്റെ ഒപ്പം വൈബ്രേറ്റ് ചെയ്യുന്നത് ആരാണ്? ഡയഫ്രം ആണെന്ന് അറിയാം. അല്ലേ, വോയിസ് കോയിൽ ആരുമായിട്ട് കണക്റ്റഡ് ആണ്? ഡയഫ്രം ആയിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ഇവിടെ ഇലക്ട്രിക്കൽ എനർജിനെ സൗണ്ട് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഭാഗമാണ് ഇത് വോയിസ് കോയിൽ എന്ന് പറയുന്നത് കേട്ടോ. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കിയേ, വാട്ട് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ദിസ് ഡിവൈസ്? ഈ ഉപകരണത്തിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ പ്രവർത്തന തത്വം ഏതാണെന്ന് ചോദിച്ചാൽ പറയണം അത് മോട്ടോർ പ്രിൻസിപ്പിൾ ആണ്. മോട്ടോർ പ്രിൻസിപ്പിൾ അനുസരിച്ച് വർക്ക് ചെയ്യുന്ന ഒന്നാണ് ഏത്? ലൗഡ് സ്പീക്കർ എന്ന് പറയുന്നത്. മലയാളത്തിലാണെങ്കിൽ ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കർ എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ 2 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇവിടെ നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. റേ ഓഫ് ലൈറ്റ് ട്രാവലിംഗ് ഫ്രം ഗ്ലാസ് ടു എയർ. ഗ്ലാസിൽ നിന്ന് എയറിലേക്കാണ് ലൈറ്റ് ട്രാവൽ ചെയ്തു വരുന്നത്. ഗ്രേസസ് ത്രൂ ദ സർഫസ് ഓഫ് ഗ്ലാസ് ഈസ് ഷോൺ ദ ഫിഗർ. ഈ ലൈറ്റ്, കടന്നു വരുന്ന ലൈറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഇൻസിഡന്റ് റേ എന്ന് പറയും. അല്ലേ, ഈ തിരിച്ച് റിട്ടേൺ പോകുന്നതാണ് എന്ത്? റിഫ്രാക്ഷൻ ആണ് ഇവിടെ സംഭവിക്കുന്നത്. അല്ലേ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയേ, ഈ നേരക്ക് വരച്ചിരിക്കുന്നതാണ് എന്ത്? നോർമൽ എന്ന് പറയും. ഇതെന്താണ്? നോർമലാണ്. അപ്പോൾ ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് പ്രവേശിക്കുന്നുവെങ്കിൽ അതിന് നമ്മൾക്ക് എന്തെന്ന് വിളിക്കാം? റിഫ്രാക്ഷൻ എന്ന് വിളിക്കാം. അല്ലേ, ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതാണ്, നെയിം ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I ഇൻ ദ ഫിഗർ. ഇവിടെ I എന്ന് പറയുന്ന ഈ ഇൻസിഡന്റ് ആംഗിൾ അല്ലെങ്കിൽ ഇൻസിഡൻസ് ആംഗിളിന്റെ ശരിയായ പേരെന്താണെന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാം, ഇതാണ് വരുന്ന ലൈറ്റ്. ഈ ലൈറ്റ് ഈ സർഫസിൽ തട്ടി, അതായത് എയറിനെയും ഗ്ലാസിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന സർഫസ് ആണ് ഇതല്ലേ. ആ സർഫസിലൂടെയാണ് ആര് കടന്നു പോകുന്നത്? ഈ ലൈറ്റ് കടന്നു പോകുന്നത്. മനസ്സിലായ? അതായത് ഈ വരുന്ന ഗ്ലാസ്സിലൂടെ വരുന്ന ലൈറ്റ് എയർ എന്ന് പറയുന്ന മീഡിയത്തിലേക്ക് കടക്കാതെ ഈ സർഫസിലൂടെ ഈ രണ്ട് മീഡിയത്തിനെ സെപ്പറേറ്റ് ചെയ്യുന്ന സർഫസിലൂടെ ഇങ്ങനെ എന്താണ് കടന്നു പോകുന്നുവെങ്കിൽ അടുത്ത ആംഗിൾ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി. അപ്പൊ 90 ഡിഗ്രി എപ്പോഴാകുന്നോ ആ സമയത്ത് ഇൻസിഡന്റ് ആംഗിൾ, മനസ്സിലായ? 90 ഡിഗ്രി ഇവിടെ എപ്പോഴാകുന്നോ ആ സമയത്ത് ഇൻസിഡന്റ് ആംഗിൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ. എന്താണ്? ക്രിട്ടിക്കൽ ആംഗിൾ. അപ്പോൾ ഇവിടുത്തെ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 42 ഡിഗ്രിയാണ്. ഇവിടുത്തെ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 42. അപ്പോൾ ഈ ആംഗിളിനെ നമ്മൾ വിളിക്കുന്ന പേര് എന്താണ്? ക്രിട്ടിക്കൽ ആംഗിൾ. ക്രിട്ടിക്കൽ ആംഗിൾ എപ്പോഴാവുന്ന മനസ്സിലായാല? 90 ഡിഗ്രി വരുമ്പോൾ കേട്ടോ. ഓക്കെ,
ഇനി ക്യാൻ വി റിഫ്ലക്ട് ബാക്ക് ദ ഇൻസിഡന്റ് റേ ഇൻ ടു ദ ഗ്ലാസ്, ജസ്റ്റിഫൈ യുവർ ആൻസർ. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതിങ്ങനെ തന്നെയാണോ പോവുക അതോ ഇനി ഇതിങ്ങനെ തിരിച്ചു വരുമോ എന്നാണ് ചോദ്യം. ഈ പറയുന്ന ലൈറ്റ് ഇതേപോലെ ഗ്ലാസ്സിൽ തന്നെ വീണ്ടും ക്യാൻ വി റിഫ്ലക്ട് ബാക്ക് ടു ദ ഇൻസിഡന്റ് റേ ഇൻ ടു ദ ഗ്ലാസ്, ഗ്ലാസ്സിൽ തന്നെ അതിനെ തിരിച്ച് റിഫ്ലക്ട് ചെയ്യാൻ സാധിക്കുമെന്നാണ് ചോദ്യം. യെസ്, നമുക്ക് സാധിക്കും. എന്ത് ചെയ്താൽ മതി? നമുക്കത് റിഫ്ലക്ട് ചെയ്യിക്കാനായിട്ട് സാധിക്കും. എന്ത് ചെയ്താൽ മതി? നമുക്കറിയാം ഇവിടുത്തെ ആംഗിൾ ഓഫ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 42 ഡിഗ്രി അല്ലേ? ആ 42 ഡിഗ്രി ആകുമ്പോഴാണ് എന്തായി പോകുന്നത്? സർഫസിൽ കൂടെ കടന്നു പോകുന്നത്. അതിഞ്ഞൊരു 45 ഡിഗ്രി ആയിക്കോട്ടെ, നേരെ എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് കടന്നു വരും. മനസ്സിലായ? അപ്പൊ 42-ന് മേലെ ഇനി ഏത് ആംഗിൾ വന്നാലും എന്ത് സംഭവിക്കും? ഈ ലൈറ്റ് ഈ പറയുന്നത് ഗ്ലാസിനെ മേറിന് സെപ്പറേറ്റ് ചെയ്യുന്ന ഈ മീഡിയത്തിന്റെ സർഫസ് ഉണ്ടല്ലോ, സെപ്പറേറ്റ് ചെയ്യുന്ന സർഫസിൽ തട്ടി തിരിച്ചു വരും. എപ്പോഴ്? ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലാകുമ്പോൾ, അതായത് 42 കഴിഞ്ഞ് ഇനി മേലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇത് തട്ടി തിരിച്ചു പോരും. അതാണ് പറഞ്ഞത് യെസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ക്രിട്ടിക്കൽ ആംഗിൾ. ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? ക്രിട്ടിക്കൽ ആംഗിൾ ആണ്. ദ ലൈറ്റ് റേ റിഫ്ലക്ട് ബാക്ക് ടു ദ സെയിം മീഡിയം, തിരിച്ച് അതേ മീഡിയത്തിൽ കൂടെ തന്നെ കടന്നു വരും. എപ്പോൾ? വെൻ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ക്രിട്ടിക്കൽ ആംഗിൾ, ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലാകുമ്പോൾ, അതായത് 42 ഡിഗ്രിനേക്കാളും കൂടുതലാകുമ്പോൾ എന്ത് സംഭവിക്കും? അതേ മീഡിയത്തിൽ കൂടെ തന്നെ ലൈറ്റ് കടന്നു പോരും. ക്ലിയർ ആണോ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നതൊക്കെ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്ത നോക്കിയേ, ആംഗിൾ ബിറ്റ്വീൻ റിഫ്ലക്റ്റിംഗ് സർഫസ് ഓഫ് 2 പ്ലെയിൻ മിറർ, 2 പ്ലെയിൻ മിററുകൾക്കിടയിലുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30 ഡിഗ്രിയാണ്. എങ്കിൽ നമ്മളോട് ചോദിച്ചത് ഹൗ മെനി ഇമേജ് ആർ ഫോമഡ് വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ദം. ഇനി 2 എണ്ണം നമ്മളിങ്ങനെ പ്ലേസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ, ഇപ്പോൾ 2 മിററുകൾ ഇങ്ങനെ പ്ലേസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടാവുന്ന ഇമേജുകൾ എത്രയെന്നാണ് ചോദ്യം. നമുക്ക് ഇങ്ങനെ വെക്കുമ്പോൾ 2 പ്ലെയിൻ മിററുകൾ ഇതേപോലെ 30 ഡിഗ്രിയിൽ നമ്മൾ വെക്കുമ്പോൾ അതിനകത്ത് കിട്ടുന്ന ഇമേജിന്റെ എണ്ണം എത്രയാണെന്നാണ് ചോദ്യം. അത് കണ്ടുപിടിക്കാൻ നമ്പർ ഓഫ് ഇമേജ് കാണാൻ നമ്മുടെ കയ്യിൽ ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താ? 360 ബൈ തീറ്റ മൈനസ് 1. 360 ബൈ തീറ്റ മൈനസ് 1. ഈ തീറ്റ എന്ന് പറയുന്നത് ഏതാ? നമുക്ക് തന്നിട്ടുണ്ട്. 2 ഈ പറയുന്ന പ്ലെയിൻ മിററുകൾക്കിടയിലുള്ള ആംഗിൾ എത്രയാണ്? 30. അപ്പോൾ തീറ്റയ്ക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കണം? 30 എന്ന് കൊടുക്കണം. ഈ 0 ക്യാൻസലായി 36-ൽ 36-നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 12 മൈനസ് 1 എന്ത് കിട്ടും? 11. അപ്പോൾ ഒന്നാമത്തെ ആൻസർ കിട്ടിയ എത്ര? 11 ഇമേജുകളാണ് നമുക്ക് കിട്ടുന്നത്. രണ്ടാമത്തെ ചോദ്യം, റൈറ്റ് എനി 2 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഇമേജ് ഫോംഡ് ബൈ പ്ലെയിൻ മിറർ. പ്ലെയിൻ മിററിൽ ഉണ്ടാവുന്ന ഇമേജിന്റെ സ്വഭാവ ഗുണങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്ലെയിൻ മിറർ 2 എണ്ണം ചോദിച്ചിട്ടുള്ളൂ, ഞാനിവിടെ 3 എണ്ണം എഴുതിയിട്ടുണ്ട്. ദ ഇമേജ് ഈസ് ബിഹൈൻഡ് ദ മിറർ. നമുക്ക് ഇമേജ് എവിടെ കിട്ടുന്നത്? ബിഹൈൻഡ് ദ മിറർ ആണ് കേട്ടോ. രണ്ടാമത്തെ പോയിന്റ് നോക്കിയാൽ ഡിസ്റ്റൻസ് ഓഫ് ഒബ്ജക്റ്റ് ആൻഡ് ഡിസ്റ്റൻസ് ഓഫ് ഇമേജ് ഫ്രം ദ മിറർ ആർ ദി സെയിം. മിററിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ദൂരവും ഇമേജിലേക്കുള്ള ദൂരവും എന്തായിരിക്കും? സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, മിററിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കും ഇമേജിലേക്കുള്ള ദൂരം എന്താണ്? സെയിം ആയിരിക്കും. അടുത്ത പോയിന്റ് നോക്കിയേ, ഇമേജ് ഈസ് വിർച്വൽ ഇറക്റ്റ്. ഇമേജ് എങ്ങനെയായിരിക്കും? വിർച്വൽ ആയിരിക്കും, ഇറക്റ്റ് ആയിരിക്കും. അതുമാത്രമല്ല ഈസ് ഓഫ് ദി സെയിം സൈസ് ആസ് ദാറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിന്റെ അതേ വലുപ്പം തന്നെ ആയിരിക്കും ആർക്ക്? ഇമേജിന് ഉണ്ടായിരിക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ? ആ കോൺകേവും കോൺവെക്സും പ്ലെയിൻ മിററൊക്കെ പറഞ്ഞപ്പോൾ. അപ്പം അത് നമുക്ക് അതിനകത്ത് നമ്മൾ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തപ്പോൾ അതിനകത്ത് പറഞ്ഞതാണ് അല്ലേ? മുമ്പത്തെ ക്ലാസ് കണ്ട ആളുകൾക്ക് അറിയായിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The primary and secondary current of transformer are 2 ampere and 4 ampere respectively. The output voltage of this transformer is 100 voltage. ഇത് നമുക്ക് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പം നമുക്കിത് നേരെ എടുത്ത് എഴുതാം. പ്രൈമറിയിൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? പ്രൈമറിയിലെ കറണ്ട് തന്നിട്ടുണ്ട് 2 ആംപിയർ, സെക്കൻഡറിയിലെ കറണ്ട് തന്നിട്ടുണ്ട് 4 ആംപിയർ. പിന്നെ എന്താ തന്നിരിക്കുന്നത്? ഔട്ട്പുട്ട് വോൾട്ടേജ്. ഔട്ട്പുട്ട് കിട്ടുന്നത് എപ്പോഴും ഇതിലാ? പ്രൈമറി ആണ് ഇൻപുട്ട്, പഠിച്ചിരിക്കണം. സെക്കൻഡറിയിലാണ് എന്ത്? ഔട്ട്പുട്ട് ഇടാ. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഏതിലെ വോൾട്ടേജ് ആയിരിക്കും? സെക്കൻഡറിയിലെ വോൾട്ടേജ് ആണ്. അതും തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് തരാത്തൊരു സാധനം ഏതാ? പ്രൈമറിയിലെ വോൾട്ടേജ് ആണ് തരാത്തത്. നമ്മളോട് ആദ്യം ചോദിച്ചിരിക്കുന്നത് ഐഡന്റിഫൈ ദ ട്രാൻസ്ഫോമർ എന്നാണ്. ഇത് ഏത് ട്രാൻസ്ഫോമർ എന്നാണ് ചോദ്യം. അപ്പം നമുക്ക് ഇവിടെ വോൾട്ടേജുകൾ തന്നിട്ടില്ല. വോൾട്ടേജുകൾ തരാണെങ്കിൽ നമുക്ക് അത് വെച്ച് നോക്കായിരുന്നു. പക്ഷെ നമുക്ക് ഇവിടെ എന്ത് മാത്രമേ തന്നിട്ടുള്ളൂ? കറണ്ടുകൾ വെച്ചിട്ടാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ നോക്കിയാൽ പ്രൈമറിയിൽ കറണ്ട് കുറവാണ് അല്ലേ? പ്രൈമറിയിൽ 2 ആംപിയർ ഉള്ളൂ. സെക്കൻഡറിയിൽ കറണ്ട് എത്രയുണ്ട്? 4 ആംപിയർ ഉണ്ട്. അപ്പോൾ പ്രൈമറിയിൽ കറണ്ട് കുറവും
സെക്കൻഡറിയിൽ കറണ്ട് കൂടുതലുമാണെങ്കിൽ അതേത് ട്രാൻസ്ഫോമർ ആയിരിക്കും? സ്റ്റെപ്പ് ഡൗൺ ആയിരിക്കും. ഓക്കെ, ഇനി പ്രൈമറിയിൽ വോൾട്ടേജ് കൂടുതലും സെക്കൻഡറിയിൽ വോൾട്ടേജ് കുറവാണെങ്കിലും അതും തന്നെയാണ് സ്റ്റെപ്പ് ഡൗൺ ആണ്. അപ്പോൾ സ്റ്റെപ്പ് ഡൗൺ പഠിച്ചു വെച്ചാൽ നിങ്ങൾ സ്റ്റെപ്പ് അപ്പ് തെറ്റിക്കില്ല എന്ന് മനസ്സിലായി. രണ്ടും കൂടി ഒരുമിച്ച് പഠിക്കേണ്ട, ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ സ്റ്റെപ്പ് ഡൗണിൻ്റെ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. സ്റ്റെപ്പ് ഡൗൺ എങ്ങനെയാണ് മനസ്സിലാക്കുക? പ്രൈമറിയിൽ കറണ്ട് കുറവും സെക്കൻഡറിയിൽ കറണ്ട് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ വോൾട്ടേജ് നോക്കുകയാണെങ്കിൽ വോൾട്ടേജ് പ്രൈമറിയിൽ കൂടുതലും സെക്കൻഡറിയിൽ എന്തായിരിക്കും? കുറവായിരിക്കും. ഇത് നിങ്ങൾ പഠിച്ചിരിക്കുക കേട്ടോ. ഇവിടെ നോക്കിയേ, ഇവിടെ 2 ആംപിയർ ആണ് പ്രൈമറിയിൽ, സെക്കൻഡറിയിൽ എന്താ കറണ്ടിൻ്റെ അളവ് കൂടല്ലേ ചെയ്തത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് ഏത് ട്രാൻസ്ഫോമറാണ്? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ്. ക്ലിയർ ആണോ? ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കാൽക്കുലേറ്റ് ദ പ്രൈമറി വോൾട്ടേജ് ഓഫ് ദി ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമറിലെ പ്രൈമറി വോൾട്ടേജ് VP കണ്ടുപിടിക്കണം. ഓക്കെ, ബാക്കി 3 നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്. VS/VP ഈക്വൽ ടു IP/IS. വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഒരു റേഷ്യോ ആണിത്. VS/VP ഈക്വൽ ടു IP/IS. അതിൽ നമുക്ക് തന്നിട്ടുള്ളതൊക്കെ അതിനകത്ത് ഇട്ട് കൊടുക്കുക. VS എത്രയാണ്? VS തന്നിട്ടുണ്ട് 100 അല്ലേ? IP എത്രയാണ്? IP നമുക്ക് തന്നിട്ടുണ്ട് 2. IS എത്രയാണ്? 4. VP നമുക്ക് തന്നിട്ടില്ല അല്ലേ? ഇതിന് ഇങ്ങോട്ടും കൊടുത്തു, അതുപോലെ തന്നെ ഇതിന് ഇങ്ങോട്ടും കൊടുത്തു. അപ്പം 100 × 4 വരും. 100 × 4 ഈക്വൽ ടു 2 × VP. ഈ VP നെ ഇവിടെ നിർത്തി × 2 ഇങ്ങോട്ടേക്ക് പോയപ്പോൾ എന്തായി? ഡിവിഷനായി. നമ്മൾ ഇതിനെ നേരെ കട്ട് ചെയ്തപ്പോൾ നമുക്ക് ആൻസർ എന്തെന്ന് കിട്ടി? 200 എന്ന് കിട്ടി. VP എന്ന് പറയുന്നത് എത്ര കിട്ടി? 200. ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് ട്രാൻസ്ഫോമറുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് 5 ക്വസ്റ്റ്യൻസ് ആണ്. 5 ക്വസ്റ്റ്യൻസിലും എത്ര മാർക്ക് വീതം ഉണ്ടായിരുന്നു? 2 മാർക്ക്. ടോട്ടൽ 10 മാർക്കിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഫിസിക്സിൽ ഡിസ്കസ് ചെയ്തത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനൽ എന്തായാലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമൻറ്റൊക്കെ നിങ്ങൾ രേഖപ്പെടുത്തുക. എങ്കിൽ അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.